കിയ മോട്ടോഴ്സ് ഇന്ത്യ ഒടുവിൽ അവരുടെ ജനപ്രിയ സബ് കോമ്പാക്ട് SUV മോഡലായ സോണറ്റിനെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ കിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിന് അകത്തും പുറത്തുമായി മികച്ച മാറ്റങ്ങൾ തന്നെ നിർമ്മാതാക്കൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിൽ എന്തൊക്കെയാണ് മാറിയതെന്നൊന്നറിയാൻ ആഗ്രഹമുണ്ടാവില്ലേ? എങ്കിൽ കേട്ടോളൂ. ഈ SUVയിൽ 10 തരം മാറ്റങ്ങളാണ് കിയ കൊണ്ടുവന്നിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ കിയ സോണറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നാണ് വാഹനത്തിൻ്റെ പുതിയ സെറ്റ് LED ഹെഡ്ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും. മുൻവശത്തെ LED ഹെഡ്ലൈറ്റ് മുൻപത്തതിനോട് സാമ്യമുണ്ടെങ്കിലും പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ SUV 700ൽ കാണുന്നത് പോലെ എല്ലാ ആകൃതിയിലുള്ള LED DRLകൾ ഉൾക്കൊള്ളുന്ന ഒരു എക്സ്റ്റൻഷനും ഇതിൽ വരുന്നു. സ്ലീക്കർ LED ഫോഗ് ലൈറ്റുകളും കാറിന് ലഭിക്കുന്നുണ്ട്. പിൻഭാഗത്ത് വാഹനത്തിന് പുതിയതും ആധുനികവുമായ കണക്റ്റഡ് LED ടെയിൽ ലൈറ്റുകൾ വരുന്നു. അവയ്ക്കിപ്പോൾ പുതിയ ഇൻറ്റേർണലുകൾക്കൊപ്പം സ്ക്വയർ ഷേപ്പ് ലഭിക്കുന്നു. അടുത്തതാണ് പുതിയ ഫ്രണ്ട് ഗ്രില്ല്. പുതിയ ഫ്രണ്ട് ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോണറ്റിന് ഫേസ് ലിഫ്റ്റിന് ഇപ്പോൾ സെൽറ്റോസിന് സമാനമായ വലിയ ടൈഗർ നോസ് ഗ്രില്ല് ലഭിക്കുന്നു. ഇത് ഹൈ ഗ്ലോസ് ബ്ലാക്ക് സറൗണ്ടുകളും ലഭിക്കുന്നുണ്ട്. ഇത് വളരെ സ്പോർട്ടിയും അഗ്രസീവുമായി കാണുന്നു. മെയിൻ ഗ്രില്ലും ബ്ലാക്ക് നിറത്തിലാണ് വരുന്നത്. പ്രത്യേകിച്ച് X ലൈൻ വേരിയൻറ്റുകളിൽ അഥവാ ടോപ്പ് എൻഡ് മോഡലുകളിൽ ഇതൊരു ബോൾഡ് ലുക്ക് തരുന്നുണ്ട്. അടുത്തതാണ് ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പറുകൾ. ഫ്രണ്ട് റിയർ ബമ്പറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത ഏതൊരു വാഹനത്തെയും പോലെ പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിനും പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ കിയ നൽകിയിരിക്കുന്നു. മുൻവശത്തെ ബമ്പർ കൂടുതൽ ഷാർപ്പും കൂടുതൽ അഗ്രസീവുമാക്കിയിരിക്കുന്നു. കൂടാതെ ഇതിന് പുതിയ സ്ലീക്ക് ലുക്കിംഗ് LED ഫോഗ് ലാമ്പുകളും ലഭിക്കുന്നുണ്ട്. പിൻ ബമ്പറും ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റുമായി ഇത് വരുന്നുണ്ട്. ഒപ്പം കൂടുതൽ അഗ്രസീവ് രൂപവും ലഭിക്കുന്നു. അടുത്താണ് 16 ഇഞ്ച് അലോയ് വീൽസ്. പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ ഔട്ട് ഗോയിങ് മോഡലിന് സമാനമായി കമ്പനി നിലനിർത്തിയിരിക്കുന്നു. എന്നിരുന്നാലും പുതിയ 16 ഇഞ്ച് അലോയ് വീലുകളുടെ അഡീഷനാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. ഡയമണ്ട് കട്ട് ശൈലി നൽകിയാണ് കമ്പനി അലോയ് വീൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഔട്ട് ഗോയിങ് മോഡലിനേക്കാൾ ഇത് കൂടുതൽ ഇപ്പോൾ ആകർഷകമായി കാണപ്പെടുന്നു. അടുത്താണ് പുതിയ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡ് ലെതർ അപ്പോൾസ്റ്ററി. ഉള്ളിലെ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിന് പുതിയ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ നിറമുള്ള ലെതർ അപ്പോൾസ്റ്ററി ലഭിക്കുന്നു. മൊത്തത്തിലുള്ള ക്യാബിൻ ലേഔട്ട് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ അപ്പോൾസ്റ്ററിയിൽ ഇൻറ്റീരിയർ ഇപ്പോൾ വളരെ സ്പോർട്ടിയായി കാണപ്പെടുന്നു. കൂടാതെ ഡ്രൈവർ സീറ്റ് ഇപ്പോൾ 4 തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അടുത്താണ് LED ആംബിയൻറ്റ് ലൈറ്റിംഗ് സിസ്റ്റം. സോണറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ അകത്ത് പുതിയ സവിശേഷതകളിലൊന്നാണ് LED ആംബിയൻറ്റ് ലൈറ്റിംഗ്. കാറിനിപ്പോൾ ഡോർ പോക്കറ്റുകളിലും മറ്റു ഇടങ്ങളിലുമായി കസ്റ്റമൈസ് ചെയ്യാവുന്ന LED ലൈറ്റുകൾ ലഭിക്കുന്നു. അവ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അടുത്ത 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഡ്രൈവർക്ക് ആത്മവിശ്വാസവും എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പുതിയ സോണറ്റിൽ ഇപ്പോൾ 10.25 ഇഞ്ച് TFT ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. ഈ ക്ലസ്റ്ററിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വാഹന വിവരങ്ങൾ ഇതിൽ കാണാം. കൂടാതെ എന്തെല്ലാം വിവരങ്ങളാണ് ഇതിൽ കാണിക്കേണ്ടതെന്നതും ഡ്രൈവർക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതാണ് വോയിസ് ഓപ്പറേറ്റഡ് സൺറൂഫ്. ഫേസ് ലിഫ്റ്റിന് മുൻപേ സോണറ്റിൻ്റെ നിരവധി വകഭേദങ്ങൾ ഇലക്ട്രിക് സൺറൂഫുമായി വന്നു. എന്നിരുന്നാലും ഇത്തവണ കമ്പനി ഈ ക്രിയേറ്റർ കംഫർട്ട് ഫീച്ചർ വോയിസ് ഓപ്പറേഷനോട് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒറ്റപ്പാളി ഇലക്ട്രിക് സൺറൂഫ് വോയിസ് കമാൻഡുകളുടെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. അതാണ് എയർ പ്യൂരിഫയർ. സെൽറ്റോസ് മിഡ് സൈസ് SUVയിൽ ലഭ്യമായിരുന്ന ആഡംബര ഫീച്ചറുകളിലൊന്നാണ് കിയയുടെ സ്മാർട്ട് പ്യുവർ എയർ പ്യൂരിഫയർ. എന്നിരുന്നാലും ഇത്തവണ അത് പുതിയ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിനൊപ്പം നിർമ്മാതാക്കൾ നൽകുന്നു. എയർ പ്യൂരിഫയറിൻ്റെ കൺട്രോളുകൾ പിൻഭാഗത്തെ AC വെൻറ്റുകൾക്ക് മുകളിലായി സെൻട്രൽ കൺസോളിൻ്റെ പിറകിലായി നൽകിയിരിക്കുന്നു. അടുത്താണ് 6 സ്റ്റാൻഡേർഡ് എയർ ബാഗ്സ്. സുരക്ഷയുടെ കാര്യത്തിൽ 2023 കിയ സോണറ്റ് ഫേസ് ലിഫ്റ്റിൽ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നിർമ്മാതാക്കൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ,
ഹിൽ അസിസ്റ്റ് കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്നിവ ഇതിന് ലഭിക്കുന്നു. കൂടാതെ ഓൾ സെറ്റ് 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റ്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക്, 360 ഡിഗ്രി റിവേഴ്സ് ക്യാമറ, ഫ്രണ്ട് കൊളീഷൻ വാണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് എന്നിവയും ഉൾപ്പെടെ 10 സുരക്ഷാ ഫീച്ചറുകളുള്ള ലെവൽ അഡാസും സോണറ്റിൽ വരുന്നുണ്ട്. ഇവയൊക്കെയാണ് 10 പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് വരുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി വരുന്ന 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമായി മാത്രമേ ബേസ് സ്പെക്ക് 2024 കിയ സോണറ്റ് വരികയുള്ളൂ. പെട്രോൾ എഞ്ചിൻ 82 bhp മാക്സിമം പവറും 115 Nm പീക്ക് ടോർക്കും നൽകുമ്പോൾ ഡീസൽ എഞ്ചിൻ 114 bhp പവറും 250 Nm ടോർക്കും നൽകുന്നു. പുതിയ കിയ സോണറ്റ് 7 വേരിയൻറ്റുകളിലും 11 നിറങ്ങളിലും ലഭ്യമാകുന്നുണ്ട്. 8 മോണോടോൺ കളറും 2 ഡ്യുവൽ ടോൺ കളറും 1 മാറ്റ് ഫിനിഷിംഗ് കളറും, അതായത് എക്സലൈൻ ടോപ്പ് എൻഡ് മോഡൽ. ഇനി 8 മോണോടോൺ കളർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്യൂട്ടയർ ഒലീവ്, ഗ്ലാസിയർ വൈറ്റ് പേൾ, സ്പാർക്ലിംഗ് സിൽവർ, ഗ്രാവിറ്റി ഗ്രേ, ഒറോറോ ബ്ലാക്ക് പേൾ, ഇൻറ്റൻസ് റെഡ്, ഇമ്പീരിയർ ബ്ലൂ, ക്ലിയർ വൈറ്റ് എന്നിവയാണ് മോണോടോൺ കളേഴ്സ്. ഇനി ഡ്യുവൽ ടോൺ കളറിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റൻസ് റെഡ്, ഒറോറോ ബ്ലാക്ക് പേളും, ഗ്ലാസിയർ വൈറ്റ് പേൾ, ഒറോറോ ബ്ലാക്ക് പേൾ. ഇനി മാറ്റ് ഫിനിഷ് കളറിലേക്ക് വരികയാണെങ്കിൽ എക്സ്ക്ലൂസീവ് മാറ്റ് ഗ്രാഫൈറ്റ്, ഇത് എക്സലൈൻ ടോപ്പ് എൻഡ് മോഡൽ. നാളിതുവരെയായി കാര്യമായ മാറ്റങ്ങളോ അപ്ഡേറ്റുകളോ ലഭിക്കാതിരുന്ന സോണറ്റിന് ഒരു ഫേസ് ലിഫ്റ്റ് കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ സോണറ്റിൻ്റെ വിലകൾ 2024 തുടക്കത്തിൽ ഇന്ത്യയിൽ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തും. ടാറ്റ നെക്സോൺ, മാരുതി സുസുക്കി ബ്രസ എന്നിവയുമായി നേരിട്ട് മത്സരിക്കുന്ന 2024 സോണറ്റിൻ്റെ പ്രീ ബുക്കിംഗ് ഡിസംബർ 20 ആരംഭിക്കും എന്ന് കമ്പനി അറിയിച്ചു. നിങ്ങളൊരു സോണറ്റ് ഉപഭോക്താവാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? പുതിയ സോണറ്റ് എടുക്കാൻ താല്പര്യമുണ്ടോ? അതും കമൻറ്റ് ചെയ്യുക. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.